ഹായ് വ്യൂവേഴ്സ്, എല്ലാവർക്കും നമസ്കാരം. ഓണാശംസകൾ. വൺസ് അഗൈൻ വെൽക്കം ടു ദ വീഡിയോ. ഓണം സദ്യയിൽ ഇലത്തുമ്പിൽ വിളമ്പാനുള്ള പപ്പടം, പഴം, പായസം, അടപ്രഥമൻ, ബോളി, അവിയൽ, തീയൽ, ഓലൻ, കാളൻ, സാമ്പാർ, ഇഞ്ചി, നാരങ്ങ, ശർക്കര വരട്ടി എന്ന് വേണ്ട 26-ൽ പരം ഓണം സദ്യ വിഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് എങ്ങനെ ഒരു ഓണസദ്യ പ്രിപ്പയർ ചെയ്യാം എന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ഓരോ റെസിപ്പീസും വളരെ ഷോർട്ടാക്കി കൃത്യമായും വ്യക്തമായും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തവണത്തെ ഓണത്തിന് ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മതി നമുക്ക് ഓണസദ്യ അടിപൊളിയാക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി സമയം കളയാനില്ല, വീഡിയോയിലോട്ട് പോകാം. ഓണം സദ്യ റെസിപ്പിയിൽ നമ്മൾ ആദ്യം കാണിക്കുന്നത് ബോളിയാണ്. തിരുവനന്തപുരംകാർക്കൊക്കെ ബോളി വളരെ പ്രിയപ്പെട്ടതാണ്. ഓണത്തിന് ബോളിയും അല്പം പായസം കൂടി കുഴച്ച് കഴിച്ചാലാണ് ഓണസദ്യ പൂർണ്ണമാകുള്ളൂ. അപ്പോൾ നമ്മൾ പ്രൊഫഷണലായിട്ടൊന്നല്ല, നമുക്ക് വീട്ടിൽ നമ്മുടെ ഓണസദ്യക്ക് ആവശ്യമായിട്ടുള്ള ബോളി അങ്ങനെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്തെടുക്കാനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത്. ബോളിക്ക് നമുക്ക് വേണ്ടത് കടലപ്പരിപ്പാണ്. കടലപ്പരിപ്പ് നല്ലപോലെ കഴുകിയെടുക്കണം. 1/2 കിലോ കടലപ്പരിപ്പ് നല്ലപോലെ വാഷ് ചെയ്ത് നമ്മളിതാ കഴുകിയെടുത്തിട്ടുണ്ട്. പരിപ്പിൽ ഒട്ടും തന്നെ വെള്ളമില്ലാതെ നല്ലപോലെ വാറ്റിയെടുക്കണം. എന്നിട്ട് നമുക്കിത് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി കുറച്ചധികം വെള്ളം തന്നെ നമുക്ക് വെച്ച് കൊടുക്കാം. കുക്കറിൻ്റെ ഒരു 1/4 ഭാഗം വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഫസ്റ്റ് വിസിൽ വരുന്നത് വരെ ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചാൽ മതി. ഇപ്പോൾ ഫസ്റ്റ് വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി കൊടുക്കാം. ഫ്ലെയിം സിമ്മിലിട്ട് 2 വിസിൽ വന്നതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. പ്രഷറൊക്കെ കളഞ്ഞ് കുക്കർ നമുക്ക് തുറന്ന് നോക്കാം. ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ നമുക്ക് പരിപ്പ് വെന്ത് കിട്ടണം. ഇനി നമുക്കിതൊരു അരിപ്പ പാത്രത്തിലോട്ട് കോരിയിടാം. ഒരു 5 മിനിറ്റ് നമുക്കിതൊന്ന് നിരത്തിയിട്ട് നല്ലപോലെ വെള്ളം വാർന്ന് കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്യാം. 5-6 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് പരിപ്പിലെ വെള്ളമൊക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഒത്തിരി വെന്ത് കുഴയാതെ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇതുപോലെ ഉടഞ്ഞു പോകുന്ന പരുവം. പരിപ്പിലെ വെള്ളമൊക്കെ ഒന്ന് വാർന്ന് കിട്ടട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് 2 ജാതിക്കായ ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോടൊന്ന് കളഞ്ഞ് അതിൻ്റെ പരിപ്പ് നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം. ബോളിയിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് തന്നെ ഈ ജാതിക്കായ ആണെന്ന് നമുക്ക് പറയാം. അപ്പോൾ ഞാൻ ഈ 2 ജാതിക്കായും ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. മിക്സിയിലിട്ട് പൊടിച്ചാലും മതി. ഇവിടുത്തെ മിക്സിയിൽ പൊടിച്ചാൽ അത്രയ്ക്ക് ഫൈനായിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് ഞാൻ അമ്മിക്കൂട്ടിലിട്ട് നല്ലപോലെ പൊടിച്ചതാണ്, ഫൈനാക്കി പൊടിച്ചെടുത്ത് നമുക്കതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഇത് പഞ്ചസാരയും ഏലക്കയും പൊടിച്ച് വെച്ച ഏലക്കാപ്പൊടിയാണ്. ഇനി നമുക്ക് ബോളിക്ക് ആവശ്യമായത് പഞ്ചസാരയാണ്. 1/2 കിലോ കടലപ്പരിപ്പിന് 1/2 കിലോ പഞ്ചസാര നമുക്ക് എടുത്ത് വയ്ക്കാം. 5-6 മിനിറ്റിന് ശേഷം ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിലോട്ട് നമുക്ക് ഈ പരിപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഉരുളിയാണ് എടുത്തിരിക്കുന്നത്. ഉരുളിക്ക് പകരം നോൺ സ്റ്റിക്ക് പാത്രത്തിലും നമുക്ക് ഈ പരിപ്പ് വരട്ടിയെടുക്കാം. നമ്മളെടുക്കുന്ന പാത്രത്തിലെ വെള്ളാംശം അല്ലെങ്കിൽ പരിപ്പിലുള്ള വെള്ളാംശം ഒന്ന് വറ്റി കിട്ടാൻ 2 സെക്കൻഡ് നമുക്കിതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 1/2 കിലോ പഞ്ചസാര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഷുഗർ ചേർത്ത് കഴിയുമ്പോൾ ആദ്യം തന്നെ ഒന്ന് തിക്കായിട്ട് വരും, പിന്നെ അത് മെൽറ്റ് ആവാൻ തുടങ്ങും. അതിനുശേഷം നല്ലപോലെ മെൽറ്റായി ഒരു വാട്ടറി ആയി ഇതുപോലെ വരും. ഈ ഒരു സമയത്ത് നമുക്ക് ഫുഡ് കളർ അല്ലെങ്കിൽ നമുക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പ്രൊഫഷണലി തയ്യാറാക്കുമ്പോൾ യെല്ലോ ഫുഡ് കളറാണ് ചേർക്കാറ്. നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്താലും മതിയാകും. ഇനി നമുക്കിതിനകത്തേക്ക് നമ്മൾ പൊടിച്ച് വെച്ച ഒരു ജാതിക്കയുടെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഏലക്കാപ്പൊടി 2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 5-8 ഏലക്കായും പഞ്ചസാരയും കൂടി ചേർത്ത് പൊടിച്ചതാണ് നമ്മൾ ചേർത്തത്. എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ജാതിക്കാപ്പൊടിയൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ വരുന്നത്. നല്ലപോലെ തണുത്തതിന് ശേഷം മിക്സിയിൽ ഈ കടല വേവിച്ച് നമുക്ക് നല്ലപോലെ ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് മൈദയാണ്. ഇനി നമുക്ക് മൈദമാവ് കുഴച്ച് വയ്ക്കാം. നമ്മളിന്ന് 2 തരം ബോൾസാണ് ഉണ്ടാക്കുന്നത്. കടലപ്പരിപ്പിൻ്റെ ഒരു ബോൾസും പിന്നെ അതിൻ്റെ ഔട്ടറിൽ കവർ ചെയ്യാനുള്ള മൈദമാവ് കൊണ്ടുള്ള ഒരു ബോൾസാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് മൈദമാവ് കുഴച്ച് വയ്ക്കാം. 1/2 കിലോ കടലപ്പരിപ്പിന് നമ്മൾ മെഷറിംഗ് കപ്പിൽ 2.5 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഇനി ഒരു നുള്ള് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മൈദയ്ക്ക് ഒരു കളറിന് ആവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടിയാണ്. നമ്മൾ നേരത്തെ എടുത്ത കൊച്ചു ടീസ്പൂണിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഫുഡ് കളറും ചേർക്കാവുന്നതാണ്. ഇനി തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഞാനിവിടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ കുഴച്ചെടുക്കുക. ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ അതാ നമ്മൾ മാവ് നല്ലപോലെ സോഫ്റ്റാക്കി ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ഒരു ലൂസാക്കി കുഴച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല ലൂസാക്കിയിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഇനി നമ്മൾ കുഴച്ചെടുത്ത മാവ് ഇതുപോലെ പാത്രത്തിൻ്റെ അടിയിലൊന്ന് പരത്തി വെച്ച് കൊടുക്കുക. അതിനുശേഷം നല്ലെണ്ണ നമുക്കൊരു 50 ഗ്രാം നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം.
അങ്ങനെ ഈ മാവ് നല്ല പോലെ നല്ലെണ്ണയിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് പാത്രം അടച്ച് ഒരു 10-20 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ മൈദമാവ് 50 ഗ്രാം എണ്ണയിൽ മുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കടലപ്പരിപ്പ് ചൂടാറിയിട്ടുണ്ട്, നമുക്കിത് അരച്ചെടുക്കാം. മിക്സിയുടെ അരയ്ക്കുന്ന ജാറിലിട്ട് നമുക്ക് 2-3 പ്രാവശ്യമായിട്ട് നമുക്ക് ഈ പരിപ്പ് ഒന്ന് അരച്ചെടുക്കണം. ഒത്തിരി കട്ടിയായി പോയി അരയ്ക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുത്ത് അരച്ചെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യത്തെ പ്രാവശ്യം അരച്ചപ്പോൾ നല്ലപോലെ ഡ്രൈ ആയിട്ട് നമുക്ക് അരഞ്ഞ് കിട്ടിയത്. നല്ലപോലെ കടലയുടെ പരിപ്പൊന്നും ഇല്ലാതെ നല്ലപോലെ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ കുറച്ച് ഷുഗർ സിറപ്പും കൂടി ചേർത്ത് ഒന്നും കൂടി ലൂസാക്കി അരച്ചെടുത്തു. ഇനി ചെറിയ ചെറിയ ഉരുളകളാക്കി ചെറിയ നാരങ്ങ വലുപ്പത്തിൽ നമുക്ക് ഉണ്ടകളാക്കി ഇതൊരു പാത്രത്തിൽ ഒന്നൊന്നിനെ തൊടാതെ നമുക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ഒരു 24ഓളം ചെറിയ ഉണ്ടകളാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. ഇനി നമുക്ക് കുറച്ച് നെയ്യ് ചൂടാക്കി വയ്ക്കാം. നല്ല നൈസായിട്ടുള്ള അപ്പം ഇടിയപ്പം പൊടിയൊക്കെ ഉണ്ടല്ലേ, അരിപ്പൊടി നമുക്ക് വാങ്ങുന്നത്, അതെടുത്താൽ മതി. കുറച്ച് അരിപ്പൊടി എടുത്ത് വയ്ക്കാം. ഇനി നെയ്യ് കുടയാനുള്ള ആ ഒരു ബ്രഷും പിന്നെ കേക്കിന് ഉപയോഗിക്കുന്ന ആ ഒരു സ്റ്റിക്കും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു 25 മിനിറ്റിന് ശേഷം നമുക്ക് നമ്മുടെ മൈദ മാവ് ഒന്ന് നോക്കാം. മൈദമാവ് എണ്ണയിൽ കുതിർന്ന് നല്ലപോലെ പുളിച്ച് വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് കുറേശ്ശെ മാവ് എടുത്തിട്ട് നമ്മൾ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലാണ് നമ്മൾ മൈദമാവ് എടുക്കേണ്ടത്. ഇനി നമ്മുടെ കൈവെള്ളയിൽ വെച്ചിട്ട് അതുപോലെ ഒന്ന് പരത്തി കൊണ്ട് കൊടുക്കാം. അങ്ങനെ കടലപ്പരിപ്പിൻ്റെ ബോൾസ് അതിനകത്ത് വെച്ചിട്ട് നമുക്കിതൊന്ന് ഫില്ല് ചെയ്യാൻ പാകത്തിനുള്ള വലുപ്പത്തിൽ ചെറിയ വട്ടത്തിൽ ഇത് പരത്തിയെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോ കടലപ്പരിപ്പിൻ്റെ ബോൾസും അതിനകത്ത് വെച്ചിട്ട് ഒട്ടും തന്നെ പരിപ്പിൻ്റെ ഭാഗം പുറത്ത് കാണാതെ മൈദയുടെ ആ കവറിങ് കൊണ്ട് നമുക്കൊന്ന് കവർ ചെയ്ത് എടുക്കാം. യോജിപ്പിക്കുന്ന ഭാഗം അടിയിലോട്ട് വരത്തക്ക വിധം നല്ലപോലെ ഒന്ന് നമുക്കിതുപോലെ യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമ്മളെടുത്ത മാവ് കൂടുതലായെങ്കിൽ നമുക്ക് എക്സസ് ആയിട്ട് വരുന്നത് ആ ഭാഗത്തുനിന്ന് പിച്ചി നമുക്ക് മാറ്റി എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ കറക്റ്റ് മാവ് എടുക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് ബോൾസ് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ മാവെല്ലാം ബോൾസാക്കിയത് അതുപോലെ ഉരുട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് പരത്തിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ചപ്പാത്തി പരത്തുന്ന അതിൽ വെച്ചിട്ട് കുറച്ച് അരിപ്പൊടി വിതറിയിട്ട് നമുക്ക് മെല്ലെ സോഫ്റ്റ് ആക്കി ഇതൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ. ഒരുപാട് വട്ടത്തിലൊന്നും എടുക്കണമെന്നില്ല. പരിപ്പ് കാണുന്ന ഭാഗത്തൊക്കെ കുറച്ച് അരിപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുത്തിട്ട് പൊട്ടാതെ നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് ഇത് നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇടയ്ക്ക് നമ്മൾ ബ്രഷ് കൊണ്ട് നെയ്യ് ഒന്ന് തൂളി കൊടുക്കാം. ബോളി നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം അരിപ്പൊടി ഇങ്ങനെ കുടഞ്ഞ് കളയണം. എന്നിട്ടും പോവാത്ത അരിപ്പൊടിയുടെ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നെയ്യ് കൊണ്ട് തൂക്കുമ്പോൾ അത് പോയിക്കോളും. ഇനി ബോളിയിൽ ചെറിയ ഇങ്ങനെ ബബിൾസ് പോലെ ഇങ്ങനെ ചൂട് കയറി വരുമ്പോൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് കരിയാതെ കളറ് മാറാതെ നമുക്ക് ബോളി ചുട്ടെടുക്കാം കേട്ടോ. വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കനം കുറഞ്ഞ ഒരു സ്റ്റിക്ക് കൊണ്ടാണ് അല്ലെങ്കിൽ ചട്ടകം കൊണ്ടൊക്കെയാണ് നമുക്കിത് മറിച്ചിടാൻ പറ്റുള്ളൂ. എത്രയ്ക്കും സോഫ്റ്റ് ആവുന്നു അത്രയും ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ ബോളിക്ക്. കടലപ്പരിപ്പിൻ്റെ ബോൾസ് നമ്മൾ എത്ര എണ്ണം ഉണ്ടാക്കി അത്രയും എണ്ണത്തിലാണ് നമുക്ക് ബോളി കിട്ടുക. നമ്മളിപ്പോൾ ഉണ്ടാക്കിയ അതേ വലിപ്പത്തിൽ തന്നെ ഉണ്ടാക്കണമെന്നില്ല. കുറച്ചും കൂടി ചെറിയ ബോൾസ് ഉണ്ടാക്കി ചെറുതാക്കി നമുക്കിത് പരത്തിയെടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മുടെ ഓണം സ്പെഷ്യൽ ബോളി നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ട്രിവാൻഡ്രംകാരുടെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് ഓണസദ്യയിൽ ബോളി പാൽപ്പായസം കൂട്ടിയാണ് കേട്ടോ കഴിക്കേണ്ടത്. ബോളിയും പാൽപ്പായസമാണ് നല്ലൊരു കോമ്പിനേഷൻ. ഈ ഒരു ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് ചെറിയ ബോൾസിൽ ഉണ്ടാക്കിയാൽ ഏകദേശം ഒരു 30 ബോളിയൊക്കെ നമുക്ക് കിട്ടും. ഇതിപ്പോൾ 24 എണ്ണമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതിപ്പോൾ വലിയ ബോളിയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. പാൽപ്പായസം കൂട്ടി നമുക്ക് ഓണത്തിന് കഴിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഓണത്തിന് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമുക്കിനി അടുത്ത റെസിപ്പിയിലോട്ട് കടക്കാം. ഇലത്തൊമ്പ് ഇടത്തോട്ടാണ് സദ്യക്ക് നമ്മൾ ഇലയിടാറ്. ഇടതുഭാഗത്ത് മുകളിൽ അരികോട് ചേർന്ന് നമുക്ക് ഉപ്പ് വിളമ്പാം. ഇനി പുളി ഇഞ്ചി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് കാണാം. ഒരു ചട്ടിയിൽ 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 4 വറ്റൽമുളക് പൊട്ടിച്ചിട്ട് 50 ഗ്രാം ഇഞ്ചി, 4 പച്ചമുളക്, 1 പിടി കറിവേപ്പിൻ്റെ ഇല ഗ്രേറ്റ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി വരുമ്പോൾ 1/2 ടീസ്പൂൺ ഉപ്പ്, 2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയതിന് ശേഷം 100 ഗ്രാം പുളി നല്ല തിക്കായിട്ട് പിഴിഞ്ഞെടുത്ത വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കുറുതായതിന് ശേഷം 50 ഗ്രാം ശർക്കര പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ പറ്റിച്ചെടുക്കാം. 2 പിഞ്ച് കായപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ കുറുകി പറ്റിച്ചെടുക്കാം. സൂപ്പർ ടേസ്റ്റിലുള്ള സദ്യ സ്പെഷ്യൽ ഇഞ്ചിപ്പുളി റെഡിയായിട്ടുണ്ട്. നാരങ്ങ കറി. സദ്യ സ്പെഷ്യൽ നാരങ്ങ കറിക്ക് ഒരു നാരങ്ങ മീഡിയം സൈസിൽ അരിഞ്ഞെടുത്ത്
1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ തിരുമ്മി 10 മിനിറ്റ് വയ്ക്കുക. അതിനുശേഷം ഒരു ചട്ടിയിലോട്ട് നല്ലെണ്ണ 2-3 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണയിൽ കടുക് 1 ടീസ്പൂൺ പൊട്ടിച്ച് 6-7 വെളുത്തുള്ളി അരിഞ്ഞത്, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി ചോപ്പ് ചെയ്തത്, 2-3 പച്ചമുളക് ചോപ്പ് ചെയ്തത് ഒന്ന് വഴറ്റി 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർത്ത് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള നാരങ്ങ അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഈ വലിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി പിഴിഞ്ഞ 1 കപ്പ് പുളിവെള്ളം കൂടി ചേർത്ത് നാരങ്ങ നല്ലോണം കുറുക്കി പറ്റിച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ കുറുകിയതിന് ശേഷം 50 ഗ്രാം ശർക്കരപ്പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഉപ്പ് പോരെങ്കിൽ ശകലം ചേർത്ത് കൊടുത്ത് ഒന്നും കൂടി കുറുതാക്കി പറ്റിച്ചെടുത്താൽ നാരങ്ങ കറി റെഡി. മാങ്ങ അച്ചാർ, പൈനാപ്പിൾ മധുര പച്ചടി. ഇനി നമുക്ക് പൈനാപ്പിൾ മധുര പച്ചടി തയ്യാറാക്കാം. ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്ത ഒരു ഹാഫ് പൈനാപ്പിൾ ഒരു പാത്രത്തിലിട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വെള്ളവും ചേർത്ത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് നാളികേരം ചിരകിയത്, 1 ടീസ്പൂൺ ജീരകം, 3 പച്ചമുളക്, 3 ടീസ്പൂൺ കട്ട തൈര്, പിന്നെ കറിവേപ്പിലയും 2-3 ടീസ്പൂൺ വെള്ളവും ചേർത്ത് ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുക് ഒന്ന് ചതച്ചെടുത്ത് ഈ അരപ്പിലോട്ട് ചേർത്ത് വീണ്ടും ഒന്നും കൂടി നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ പൈനാപ്പിൾ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഒരു പിടി സീഡ്ലെസ് മുന്തിരിങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു ഏത്തപ്പഴം കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുത്ത് വീണ്ടും ഒന്നും കൂടി വേവിച്ചെടുക്കാം. മുന്തിരിങ്ങയും പൈനാപ്പിളും പഴവും നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് കുറുതായി വരുമ്പോൾ നമുക്കൊരു 3 ടീസ്പൂൺ ശർക്കര പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. വീണ്ടും ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അരപ്പെല്ലാം നല്ലപോലെ യോജിച്ചതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ഇതിനകത്തേക്ക് മെഷറിംഗ് കപ്പിൽ ഒരു ഹാഫ് കപ്പ് തൈരും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെക്കാം. ഇനി നല്ല വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ പൊട്ടിയതിന് ശേഷം 3-4 വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും കൂടി താളിച്ച് കറിയിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മുന്തിരിങ്ങയും കൂടി മുകളിൽ വിതറി കൊടുക്കാം. പൈനാപ്പിൾ പച്ചടി റെഡി. ബീറ്റ്റൂട്ട് പച്ചടി. ബീറ്റ്റൂട്ട് പച്ചടിക്ക് ഒരു ബീറ്റ്റൂട്ട് തൊലി കളഞ്ഞ് കഴുകി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇത് നമുക്കൊരു ചട്ടിയിൽ ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും ബീറ്റ്റൂട്ട് വേകാൻ ആവശ്യമായ കുറച്ച് വെള്ളവും ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇനി മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചിരകിയ നാളികേരം ഒരു മിക്സിയുടെ ജാറിലിട്ട് ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 1 ടീസ്പൂൺ കടുക്, ശകലം വെള്ളം ചേർത്ത് ഒന്ന് നമുക്ക് അരച്ചെടുക്കാം. ബീറ്റ്റൂട്ടിലെ വെള്ളമെല്ലാം വറ്റി വെന്തതിന് ശേഷം ഈ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ആയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം പുളിയില്ലാത്ത കട്ട തൈര് 1/2 കപ്പ് നമുക്കിതിനകത്തേക്ക് ചെറിയ ചൂടോടുകൂടി തന്നെ ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ബീറ്റ്റൂട്ട് പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി വെളിച്ചെണ്ണയിൽ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് താളിച്ചൊഴിച്ചാൽ ബീറ്റ്റൂട്ട് പച്ചടി റെഡിയായി. ക്യാരറ്റ് പച്ചടി. ക്യാരറ്റ് പച്ചടിക്ക് നമ്മൾ 3 ക്യാരറ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ചോപ്പ് ചെയ്ത ക്യാരറ്റ് നമുക്കൊരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് 1 കപ്പ് വെള്ളവും കൂടി ചേർത്ത് ഇതൊന്ന് വേവിക്കാൻ വയ്ക്കാം. ഇനി 1 ടീസ്പൂൺ കടുക് നമുക്കൊന്ന് ചതച്ച് വെക്കാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് 1 ടീസ്പൂൺ ജീരകം, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, 3-4 പച്ചമുളക്, നമ്മൾ ചതച്ച് വെച്ച കടുകും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഇനി മെഷറിംഗ് കപ്പിൽ 1 കപ്പ് നാളികേരം ചിരകിയതിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് വെള്ളമൊക്കെ വറ്റി വെന്തിട്ടുണ്ട്. അതിലോട്ട് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ച ആ കടുകും കൂടി ചതച്ചത് അതും കൂടി ചേർത്ത് കൊടുത്ത് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിൽ ഉപ്പ് പോരായുണ്ടെങ്കിൽ ശകലം ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ നല്ല കട്ട തൈര് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റിന് ശേഷം നമുക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും നല്ല വെളിച്ചെണ്ണയിൽ ഒന്ന് താളിച്ചൊഴിച്ചാൽ ക്യാരറ്റ് പച്ചടി റെഡിയായി. ഇനി വെള്ളരിക്ക കിച്ചടി തയ്യാറാക്കാം. ഒരു ഹാഫ് വെള്ളരിക്ക ഇതുപോലെ കനം കുറച്ചരിഞ്ഞ് കഴുകി നമുക്കൊരു ചട്ടിയിൽ ഇട്ട് കൊടുക്കാം. ഇനി 3 പച്ചമുളക് കീറിയത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളവും ചേർത്ത് വെള്ളരിക്ക വേവിച്ചെടുക്കാം.
മിക്സിയുടെ ജാറിലോട്ട് 250 ml ചിരകിയ നാളികേരം, 1 ടീസ്പൂൺ ജീരകം, 2 പച്ചമുളക്, 125 ml കരടും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി 1 ടീസ്പൂൺ കടുക് നമുക്കൊന്ന് ചതച്ച് വെക്കാം. ഇപ്പോൾ വെള്ളരിക്ക നല്ലപോലെ വെള്ളം വറ്റി വെന്തിട്ടുണ്ട്. ഇതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ചെറിയ തീയിലൊന്ന് മിക്സ് ചെയ്തൊന്ന് ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിട്ടുള്ള കടുക് പരിപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. ചട്ടിയുടെ ചൂടിൽ തന്നെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിക്കാം. അങ്ങനെ ഓണം സ്പെഷ്യൽ വെള്ളരിക്ക കിച്ചടി റെഡിയായി. ക്യാബേജ് തോരൻ ഒരു ഹാഫ് ക്യാബേജ് എടുത്ത് നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഒരു വലിയ സവാള ചോപ്പ് ചെയ്തത് ചേർത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 3-4 പച്ചമുളക് ഗ്രേറ്റ് ചെയ്തത്, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു പിടി നാളികേരം ചിരകിയത് ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. 1 ടീസ്പൂൺ കടുക് പൊട്ടിയതിന് ശേഷം 1/4 ടീസ്പൂൺ നല്ല ജീരകം, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, 5-6 ചെറിയ ഉള്ളി കട്ട് ചെയ്തത്, 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിലോട്ട് 10 മിനിറ്റിന് ശേഷം ക്യാബേജ് അരിഞ്ഞതും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കി അടച്ചു വെച്ച് 5 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. ക്യാബേജ് നല്ലപോലെ വെന്തതിന് ശേഷം ഒരു പിടി ചിരകിയ നാളികേരം കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ തന്നെ ഒന്ന് അടച്ചു വെച്ച് നല്ലപോലെ ചൂട് കയറി വരുമ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. ക്യാബേജ് തോരൻ റെഡി. അവിയൽ. ഓണം സദ്യ സ്പെഷ്യൽ അവിയൽ എങ്ങനെ പെട്ടെന്ന് റെഡിയാക്കാം എന്ന് നമുക്ക് നോക്കാം. അവിയലിന് ആവശ്യമായിട്ടുള്ള കഷ്ണങ്ങളെല്ലാം നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചേനയും കായയും മാത്രം വേറൊരു പാത്രത്തിൽ കട്ട് ചെയ്ത് വെക്കാം. ഇനി 3-4 പച്ചമുളക് കീറിയതും കറിവേപ്പിൻ്റെ ഇലയും എടുത്ത് വെക്കാം. ഇനി മിക്സിയുടെ ജാറിലോട്ട് 1/2 കപ്പ് ചിരകിയ നാളികേരം, 1 ടീസ്പൂൺ നല്ല ജീരകം, 3-4 ചെറിയ ഉള്ളി, 2 പച്ചമുളക് എല്ലാം കൂടി ചേർത്തൊന്ന് ഒതുക്കി വയ്ക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് ആദ്യം കറിവേപ്പിൻ്റെ ഇല കുറച്ച് വിതറി കൊടുക്കാം. പിന്നീട് ചേനയും കായും ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്ന് ഹാഫ് കുക്ക് ആവാനായിട്ടൊന്ന് അടച്ച് വെക്കാം. ചേനയും കായും ഹാഫ് കുക്കായതിന് ശേഷം നമ്മൾ ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. കഷ്ണങ്ങളെല്ലാം ഒന്ന് നിരത്തിയിട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്ന് അടച്ച് വെക്കാം. നല്ലപോലെ ആവി വരാൻ തുടങ്ങുമ്പോൾ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് ആവിയിൽ തന്നെ ആ വെള്ളത്തിൽ തന്നെ വെന്ത് കിട്ടും. അങ്ങനെ വെള്ളമൊക്കെ ഊറി വന്നിട്ടുണ്ട്. ആവിയിൽ തന്നെ നല്ലപോലെ കഷ്ണങ്ങളെല്ലാം വെന്തതിന് ശേഷം നമ്മൾ ഒതുക്കി വെച്ചിട്ടുള്ള തേങ്ങാക്കൂട്ട് ചേർത്ത് കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും മല്ലിയിലയും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. വീണ്ടും നല്ലപോലെ ആവി വരാൻ തുടങ്ങുമ്പോൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ചെറു തീയിൽ തേങ്ങാക്കൂട്ട് നല്ലപോലെ ഒന്ന് അവിയലിലോട്ട് യോജിപ്പിച്ച് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ചൂടായി ആവി കയറി വരുമ്പോൾ സ്റ്റവ് ഓഫ് ചെയ്ത് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ചു വയ്ക്കാം. 5 മിനിറ്റിന് ശേഷം അവിയൽ നമുക്ക് സെർവ് ചെയ്യാം. കായ വറുത്തത്. ഓണം സദ്യ സ്പെഷ്യൽ വറുത്തുപേരിക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് 1-2 ടീസ്പൂൺ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. അതിലേക്ക് തൊലി കളഞ്ഞ ഏത്തക്കായ ഇട്ട് കൊടുത്ത് 10 മിനിറ്റിന് ശേഷം നല്ലപോലെ കഴുകി എടുത്ത് വെള്ളം തുടച്ചെടുക്കാം. ഇനി ഒരു വെജിറ്റബിൾ കട്ടർ വെച്ച് നല്ലപോലെ കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി 1/4 ഗ്ലാസ് വെള്ളത്തിലോട്ട് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും കലക്കി വയ്ക്കാം. ഇനി നമുക്ക് നല്ല വെളിച്ചെണ്ണയിൽ ഇതൊന്ന് വറുത്തെടുക്കാം. എണ്ണ ഒന്ന് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള കായ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. 2 സെക്കൻഡ് നമ്മൾ ഇളക്കാതെ ഇട്ടതിന് ശേഷം ഒരു ഫോർക്ക് ഉപയോഗിച്ചോ ഒരു സ്റ്റിക്ക് ഉപയോഗിച്ചോ ഇതുപോലെ ഒന്ന് അനത്തി കൊടുക്കാം. അങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ക്രിസ്പിയാക്കി മീഡിയം ഫ്ലെയിമിൽ കായ ഒന്ന് വറുത്തെടുക്കാം. കായയുടെ വറവ് പാകമാകുമ്പോൾ 1 ടീസ്പൂൺ നമ്മൾ കലക്കി വെച്ച മഞ്ഞളും ഉപ്പും ചേർന്ന് വെള്ളം കൂടി ചേർത്ത് ആ വെള്ളാംശം ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് കായ വെളിച്ചെണ്ണയിൽ നിന്ന് കോരി ഒരു അരിപ്പ പാത്രത്തിലിടാം. ശർക്കര വരട്ടി. ഓണസദ്യക്കുള്ള ശർക്കര വരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 5-6 ഏത്തക്കായ തൊലി കളഞ്ഞ് രണ്ടാക്കി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് അതിനുശേഷം 1 ഇഞ്ച് കനത്തിൽ നമുക്കിതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇനി ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച കായ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് വെള്ളമൊക്കെ ഒന്ന് പൊട്ടുന്നത് വരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിനുശേഷം സിമ്മിലിട്ടിട്ട് നല്ലപോലെ ക്രിസ്പിയാക്കി കായ വറുത്തെടുക്കാം. ഇനി ഒരു അരിപ്പ പാത്രത്തിലോട്ട് നമുക്കിത് കോരി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു 450 ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് മെൽറ്റാക്കി എടുക്കാം. നല്ലപോലെ മെൽറ്റായി പതഞ്ഞ് കുറുതായി വരട്ടെ. നമ്മൾ കൈകൊണ്ട് പിടിക്കുമ്പോൾ ഇങ്ങനെ ഒട്ടുന്ന ഒരു പരുവത്തിലാകുമ്പോൾ ഒരുപാട് നമ്മൾ തിക്കാക്കരുത്. നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള കായ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ നമുക്ക് ഓടി നടക്കാവുന്ന ഒരു പാകം വേണം. കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് 1 ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും പൊടിച്ചത് അതും കൂടി ചേർത്ത് കൊടുക്കാം.
ചെറുതീയിൽ നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ആ വെള്ളത്തിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള തിക്നെസ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് 2 നുള്ള് ജീരക പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ജീരകപ്പൊടി ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. സ്റ്റൗ ഓഫ് ചെയ്ത് വീണ്ടും നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാവുന്നതാണ്. ഇപ്പോൾ ഒന്നിനോടൊന്ന് ഒട്ടാതെ വളരെ ടേസ്റ്റായിട്ടുള്ള ശർക്കര വരട്ടി തയ്യാറായിട്ടുണ്ട്. ഇനി ഇലത്തുമ്പിൽ പപ്പടവും പഴവും വിളമ്പാം. ഇനി കൂട്ടുകറി വിളമ്പാം. ഇനി ഓണം സദ്യക്കുള്ള കൂട്ടുകറി തയ്യാറാക്കാം. ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത വെള്ളക്കടല നല്ലപോലെ കഴുകിയതിന് ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് 1/2 ടീസ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് 2 കപ്പ് വെള്ളവും ചേർത്ത് 2 വിസിലിന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിലിന് കടല നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ആ കടലയിലോട്ട് നമുക്ക് 1 ക്യാരറ്റ്, 2 പച്ചക്കായ, 1 കഷ്ണം ചേന കട്ട് ചെയ്തതും കൂടി ചേർത്ത് 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതൊന്ന് വേവിക്കാൻ വെക്കാം. ഇനി നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചിരകിയ നാളികേരം, 1 ടീസ്പൂൺ ജീരകം, 2-3 ടീസ്പൂൺ വെള്ളവും കൂടി ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം. ഫൈനായിട്ട് നാളികേരം അരയ്ക്കേണ്ടതില്ല. ഇനി ഒരു ചട്ടിയിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് കൊടുക്കാം. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് നാളികേരം ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ ഒന്ന് വറുത്ത് കോരി നമുക്കൊരു പാത്രത്തിലോട്ട് വെക്കാം. ഇപ്പോൾ നമ്മുടെ കടലയും കഷ്ണങ്ങളും നല്ലപോലെ വെന്തിട്ടുണ്ട്. നമ്മൾ അരച്ച് വെച്ച അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് പോരായുണ്ടെങ്കിൽ ഉപ്പും കൂടി ചേർത്ത് ഒന്ന് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള വറവും കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 50 ഗ്രാം ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. 5-10 മിനിറ്റിന് ശേഷം കറി കൂട്ടാവുന്നതാണ്. അങ്ങനെ സദ്യ സ്പെഷ്യൽ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ പയർ എരിശ്ശേരിക്ക് ഒരു ഓവർനൈറ്റ് സോക്ക് ചെയ്ത് 2 കപ്പ് പയർ നന്നായി കഴുകി കുക്കറിനകത്തേക്ക് ഇട്ട് 1/2 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 കപ്പ് വെള്ളവും ചേർത്ത് 2 വിസിലിന് വേവിച്ചെടുക്കാം. 1/2 കിലോ മത്തങ്ങ നമ്മളിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സർ ജാറിലേക്ക് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് നാളികേരം, 1 ടീസ്പൂൺ ജീരകം, 3 ടീസ്പൂൺ വെള്ളവും ചേർത്ത് തേങ്ങയുടെ ഒരു 1/4 ഭാഗം അരവിൽ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിലോട്ട് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് 1 ടീസ്പൂൺ പൊട്ടിയതിന് ശേഷം 2 ടീസ്പൂൺ ഉഴുന്നും പരിപ്പ് ചേർക്കുക, 5-6 വറ്റൽമുളക് ചേർക്കുക, കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് 1 കപ്പ് നാളികേരം ചിരകിയതും കൂടി ചേർത്ത് നല്ലപോലെ ബ്രൗൺ ഷെയ്ഡ് ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. ഇനി 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് സ്റ്റൗ ഓഫ് ചെയ്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എരിശ്ശേരിക്കുള്ള വറവ് റെഡിയായി. പയർ 2 വിസിലിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള മത്തങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. മത്തങ്ങയും പയറും നല്ലപോലെ വെന്തതിന് ശേഷം നമ്മൾ ആദ്യം അരച്ച് വെച്ച തേങ്ങാക്കൂട്ട് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ച് കുറുതാക്കി എടുക്കാം. അപ്പോൾ അരപ്പെല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ച വറവും കൂടി ചേർത്ത് കൊടുത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് യോജിച്ചതിന് ശേഷം നമുക്ക് ഇറക്കി വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മത്തങ്ങയും പയറും എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഇനി ഓലൻ തയ്യാറാക്കിയെടുക്കാം. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് വൻപയർ ഓവർനൈറ്റ് സോക്ക് ചെയ്തെടുത്തത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1 കപ്പ് വെള്ളം ചേർത്ത് നമുക്കിത് 1 വിസിലിനൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ ഒരു 1/4 ഭാഗം വേവായ പയറിലോട്ട് ഒരു കുമ്പളങ്ങയുടെ പകുതി നമുക്ക് നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം കറിവേപ്പില, 3-4 പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു വലിയ നാളികേരത്തിൻ്റെ 1/2 കപ്പ് 2ാം പാല് ചേർത്ത് കുമ്പളങ്ങയും പയറും നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. കുമ്പളങ്ങയുടെ കളർ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് മാറി വരുമ്പോൾ 1 കപ്പ് 1ാം പാലും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1ാം പാല് ചേർത്ത് തിളപ്പിക്കേണ്ടതില്ല. 1ാം പാൽ ഒഴിച്ച് ചൂടോട് കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് കുറച്ചധികം കറിവേപ്പിലയും 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചാൽ നമുക്ക് ഓലൻ സെർവ് ചെയ്യാവുന്നതാണ്. അങ്ങനെ സദ്യ സ്പെഷ്യൽ ഓലൻ റെഡി ആയിട്ടുണ്ട്. കുറുക്ക് കാളൻ വിളമ്പാം. ഇനി നമുക്ക് കുറുക്ക് കാളൻ ഉണ്ടാക്കിയാലോ. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് കായയും 1 കപ്പ് ചേനയും കഴുകി നമുക്കൊരു ചട്ടിയിലിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളവും ചേർത്ത് നല്ലപോലെ കുറുക്കി വേവിച്ചെടുക്കാം. കഷ്ണങ്ങളെല്ലാം നല്ലപോലെ വെന്തതിന് ശേഷം ഒരു 1/4 കപ്പ്
പുളിയില്ലാത്ത തൈര് നമുക്ക് ചേർത്ത് കൊടുത്തൊന്ന് മിക്സ് ചെയ്തൊന്ന് അടച്ച് വെച്ച് ഒന്നും കൂടി വേവിക്കാം. ഇനി മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചിരകിയ നാളികേരം, 3-4 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല, 1 ടീസ്പൂൺ നല്ല ജീരകം, തേങ്ങക്കൂട്ടിന് ആവശ്യമായ ഉപ്പ്, കുറച്ച് വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ തൈര് ചേർത്ത് നല്ലപോലെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് പോരെങ്കിൽ ശകലം ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ കുറുക്കി വറ്റിച്ചെടുത്താൽ കുറുക്ക് കാളൻ റെഡി. ഈ ഉലുവയും കടുകും പൊട്ടിച്ച് മുളകും കറിവേപ്പിലയും ചേർത്ത് താളിച്ചൊഴിക്കാം. അച്ചിങ്ങ മെഴുക്ക് പുരട്ടി. ഇനി അച്ചിങ്ങ പയർ മെഴുക്ക് പുരട്ടി തയ്യാറാക്കാം. ഒരു ചട്ടിയിലോട്ട് 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള അച്ചിങ്ങ പയർ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 3-4 പച്ചമുളക് കീറിയതും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നല്ലപോലെ പയറൊന്ന് വാടിയതിന് ശേഷം 5-6 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ചില്ലി ഫ്ലേക്സും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്കിതൊന്ന് ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. അച്ചിങ്ങ വെന്ത് കഴിയുമ്പോൾ സ്റ്റൗ ഓഫ് ചെയ്ത് 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് 5 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം മെഴുക്ക് പുരട്ടി നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇനി ഇലയുടെ നടുവിൽ നമുക്ക് ചോറ് വിളമ്പാം. ചോറിനൊപ്പം കട്ടി പരിപ്പ് കറി വിളമ്പാം. ഇനി ഓണം സദ്യ സ്പെഷ്യൽ നല്ലൊരു പരിപ്പ് കറി എങ്ങനെ നമുക്ക് തയ്യാറാക്കാം എന്ന് നോക്കാം. അതിനായിട്ട് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചെറുപയർ പരിപ്പ് നമുക്ക് വറുത്തെടുക്കാം. പരിപ്പിൻ്റെ കളറ് മാറാതെ തന്നെ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ കഴുകി നമുക്ക് ഒരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. മെഷറിംഗ് കപ്പിൽ 2 കപ്പ് വെള്ളം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് 2 വിസിലിന് പരിപ്പ് വേവിച്ചെടുക്കാം. ഇനി മെഷറിംഗ് കപ്പിൽ 1 കപ്പ് നാളികേരം, 2 പച്ചമുളക്, 1 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ച് മാറ്റി വയ്ക്കാം. 2 വിസിലിന് പരിപ്പ് വെന്തതിന് ശേഷം നമുക്ക് പരിപ്പിലോട്ട് ഈ അരപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് നമുക്ക് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ഇതൊന്ന് തിളപ്പിച്ച് കുറുതാക്കി എടുക്കാം. ഇപ്പോൾ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റിന് ശേഷം നമുക്ക് കറി ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഓണം സദ്യ സ്പെഷ്യൽ പരിപ്പ് കറി. പരിപ്പിനോടൊപ്പം തന്നെ 1 സ്പൂൺ നെയ്യും കൂടി നമുക്ക് വിളമ്പാം. പരിപ്പും ചോറും നെയ്യും കൂടിയാണ് നമ്മൾ ആദ്യം കഴിക്കേണ്ടത്. ഇനി ചോറിനൊപ്പം കഴിക്കാൻ വെണ്ടയ്ക്ക തീയലാണ് നമ്മൾ വിളമ്പുന്നത്. വെണ്ടയ്ക്ക തീയലിന് 6-7 വെണ്ടക്കായ ചെരിച്ച് കട്ട് ചെയ്ത് വയ്ക്കാം. ഒരു തക്കാളിക്കും കൂടി അരിഞ്ഞു വയ്ക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചിരകിയ നാളികേരം നല്ലപോലെ വെള്ളാംശം ഒന്ന് വറ്റിച്ചെടുക്കാം. അതിനുശേഷം 3-4 ചെറിയ ഉള്ളി, 2-3 വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ജലാംശം നല്ലപോലെ ഒന്ന് വറ്റി വരട്ടെ. 3-4 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും കൂടി ചേർത്ത് കൊടുക്കാം. നാളികേരത്തിൽ ജലാംശം എല്ലാം വറ്റിയതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ലോ ഫ്ലെയിമിൽ നല്ലപോലെ ഇളക്കി ബ്രൗൺ ഷെയ്ഡിലോട്ട് നാളികേരം മാറി വരുമ്പോൾ 2 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. തണുത്തതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിൽ അരയാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കാം. ഇനി ഒരു പാനിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വെണ്ടക്കായും നമുക്കൊന്ന് വാട്ടിയെടുക്കണം. വെണ്ടക്കായ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനിടയിൽ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻപുളി പിഴിഞ്ഞ് വെള്ളം വയ്ക്കാം. വെണ്ടയ്ക്ക് ഒന്ന് അങ്ങോട്ട് വാടി വരുമ്പോൾ 3 പച്ചമുളകും 5-6 ചെറിയ ഉള്ളി കട്ട് ചെയ്തതും ഒരു തക്കാളിക്കും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് കറിവേപ്പിൻ്റെ ഇല ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്കയും തക്കാളിയും പകുതി ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. പുളിവെള്ളം ചേർത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. വെണ്ടയ്ക്ക വെന്തതിന് ശേഷം അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി മിക്സിയുടെ ജാറിൽ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചൊന്ന് ചിറ്റിച്ച് നമുക്കതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സ്റ്റൗവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിലിട്ട് എണ്ണ തെളിയുന്നത് വരെ കുറുകിയ ചാറോടുകൂടി തീയിൽ നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം. അതിനുശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണയിൽ കടുക് വറുത്ത് ചെറിയ ഉള്ളിയും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ചേർത്ത് താളിച്ചെടുത്താൽ വെണ്ടയ്ക്ക തീയിൽ റെഡിയായി. ഇനി സാമ്പാർ വിളമ്പാം. പെട്ടെന്ന് തന്നെ നമുക്കൊരു സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം. ഇനി കുക്കറിലേക്ക് 1 കപ്പ് പരിപ്പ് കഴുകി 2 കട്ടി കായം ഇട്ട് കൊടുത്ത് 1 വിസിലിന് വേവിച്ചെടുക്കാം. ഇനി ഒരു ചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. 5-8 ചെറിയ ഉള്ളി, 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി,
3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് പൊടികൾ നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇനി അരപ്പിനാവശ്യമായ ഒരു 1/2 ടീസ്പൂൺ ഉപ്പും ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളൻ പുളി പിഴിഞ്ഞ വെള്ളം കൂടി ഒഴിച്ചു വയ്ക്കാം. നന്നായി തണുത്ത് കഴിയുമ്പോൾ നമുക്കത് അരച്ചെടുക്കാം. പരിപ്പ് ഒരു വിസിൽ വന്നതിന് ശേഷം തുറന്ന് നമുക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഒരു കൊച്ചു കഷ്ണം ഇഞ്ചിയും കൂടി അതിനകത്ത് അരിഞ്ഞിട്ട് കൊടുക്കാം. ഇനി ഒരു ചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. 2-3 പച്ചമുളക്, ഒരു സവാള, 5-6 ചുവന്നുള്ളി, 3-4 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് വെണ്ടക്കായും തക്കാളിയും വഴുതനങ്ങയും മാത്രം ഇതുപോലെ ഒന്ന് വഴറ്റി എടുക്കാം. വെണ്ടക്കായിലെ നൂലൊക്കെ ഒന്ന് പോയി ഒന്ന് വാടി കിട്ടി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ കഷ്ണങ്ങൾ ചേർത്തത് കൂടെ തന്നെ ഈ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടി ചേർത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് നമുക്ക് 1-2 വിസിലിന് വേവിച്ചെടുക്കാം, അല്ലെങ്കിൽ ഇത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നല്ലപോലെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരട്ടെ. കഷ്ണങ്ങളെല്ലാം വെന്ത് പാകമായാൽ നമുക്ക് ഇതിലേക്ക് പോരായ്കയുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കുറച്ച് മല്ലിയിലയും കൂടി വിതറിയിട്ടുണ്ട്. ഇനി ഇത് വീണ്ടും താളിച്ചൊഴിക്കൊന്നും വേണ്ട, നല്ല സൂപ്പർ ടേസ്റ്റും മണം രുചിയുള്ള ഓണം സ്പെഷ്യൽ സാമ്പാർ റെഡിയായിട്ടുണ്ട്. രസം. സദ്യയ്ക്ക് രസം ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഒരു തക്കാളി കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. 6-7 വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, 1/4 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ കുരുവില്ലാത്ത വാളൻപുളി ചേർത്ത് കൊടുക്കാം. അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലപോലെ ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അല്പം വെളിച്ചെണ്ണയിൽ 1 ടീസ്പൂൺ കടുകും വറ്റൽമുളകും കറിവേപ്പിൻ്റെ ഇലയും ഒന്ന് പൊട്ടിച്ചെടുക്കാം. അതിനുശേഷം നമ്മുടെ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ആവശ്യത്തിനുള്ള 1/2 ടീസ്പൂൺ ഉപ്പ്, നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു കളറിന് വേണ്ടി ചേർത്ത് കൊടുത്ത് അല്പം മല്ലിയിലയും കൂടി ചേർത്ത് നല്ലപോലെ തിളപ്പിച്ചെടുക്കാം. രസം റെഡിയായിട്ടുണ്ട്. തിളച്ചതിന് ശേഷം കുറച്ച് മല്ലിയിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് അടച്ച് വെച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് രസം കൂട്ടാവുന്നതാണ്. ഈസി ആയിട്ടുള്ള സദ്യ സ്പെഷ്യൽ രസം തയ്യാറായി. പച്ചമോര് തയ്യാറാക്കിയെടുക്കാം. കട്ട തൈര് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കാം. 2 പച്ചമുളക്, 3-4 ചെറിയുള്ളി, ഒരു കൊച്ചു കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം, കുറച്ച് കറിവേപ്പിൻ്റെ ഇല എല്ലാം കൂടി നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അല്പം കറിവേപ്പിൻ്റെ ഇല കയ്യിലിട്ടൊന്ന് ഞെരടി അതിനകത്ത് ചേർത്ത് കൊടുക്കാം. പച്ചമോര് റെഡിയായിട്ടുണ്ട്. ഇനി കാച്ചിയ മോര് വിളമ്പാം. തൈര് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്കൊരു ചട്ടിയിൽ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉലുവ ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഇനി 3 പച്ചമുളക് നെടുനെ കീറിയതും 5-8 അല്ലി ചുവന്നുള്ളിയും ഒരു 5 വെളുത്തുള്ളിയും നമുക്ക് ചെറുതാക്കി കട്ട് ചെയ്ത് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വറ്റൽ മുളക് 4 എണ്ണം, കറിവേപ്പിൻ്റെ ഇല, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ പെപ്പർ പൗഡർ എല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നല്ലപോലെ വഴന്ന് വരുമ്പോൾ നമുക്ക് മോര് ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി കുറച്ച് മല്ലിയിലയും കൂടി ചേർത്താൽ സൂപ്പർ ടേസ്റ്റിലുള്ള കാച്ചിയ മോര് കറി റെഡി. പരിപ്പ് പായസം. ഇനി ഓണം റെസിപ്പിയിൽ നമുക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് പായസം അല്ലേ. അപ്പോൾ നമ്മളിന്ന് പായസങ്ങളുടെ കൂട്ടത്തിൽ ആദ്യം ഉണ്ടാക്കുന്നത് ചെറുപയർ പരിപ്പ് പായസമാണ് കേട്ടോ. ചെറുപയർ പരിപ്പ് പായസത്തിന് മെഷറിംഗ് കപ്പിൽ 1 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്ത് നമുക്ക് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലിട്ട് ഒന്ന് വറുത്തെടുക്കാം. പരിപ്പിൻ്റെ കളർ ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് മാറ്റി കൊടുക്കാം. പരിപ്പ് നല്ല മഞ്ഞ കളറാണ്. മഞ്ഞ കളറ് മാറി ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറി വരുന്നത് വരെ നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുത്തുകൊണ്ടിരിക്കാം. ബ്രൗൺ ഷെയ്ഡിലോട്ട് മാറിക്കഴിഞ്ഞാൽ നമ്മൾ വേഗം സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. ചെറുപയർ പരിപ്പ് വറുക്കുന്നതിന് മുമ്പ് കഴുകേണ്ടതില്ല, വറുത്തതിന് ശേഷം കഴുകിയെടുത്താൽ മതി. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പരിപ്പ് 250 ml ആണ്. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. പരിപ്പിൻ്റെ കളറൊന്നും മാറിയിട്ടില്ല. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് 2 പ്രാവശ്യം ഒന്ന് കഴുകിയെടുത്ത് അതേ കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ഒരു 1.5 മുറി നാളികേരത്തിൻ്റെ 1 കപ്പ് 1-ാം പാലും 2 കപ്പ് 2-ാം പാലും നമ്മളിവിടെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പരിപ്പിലോട്ട് തേങ്ങയുടെ 2-ാം പാല് 2 കപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി 2 വിസിലിന് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും വറുത്തെടുക്കാം. 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാക്കൊത്ത് ആദ്യം ഇട്ടൊന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്ത് ഒരു ബ്രൗൺ ഷെയ്ഡിലോട്ടൊന്ന് മാറി വരുമ്പോൾ നമുക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് വറവ് ഒരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ശർക്കര ഒന്ന് പൊടിച്ചെടുക്കാം. മെഷറിംഗ് കപ്പിൽ ഒരു 1.5 കപ്പ് ശർക്കര നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. എപ്പോഴും പായസത്തിനൊക്കെ കറുത്ത ശർക്കര ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒന്ന് നല്ലപോലെ പൊടിച്ചെടുത്തതിന് ശേഷം അല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് മെൽറ്റാക്കി എടുത്തൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. നമ്മളിവിടെ ചുക്കുപൊടിയും ജീരകപ്പൊടിയും ഏലക്കാപ്പൊടിയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പരിപ്പ് 2 വിസിലിന് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പരിപ്പ് നമ്മുടെ ശർക്കര പാനിയിലോട്ട് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തൊന്ന് യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി 1 ടീസ്പൂൺ, ചുക്കുപൊടി 1 ടീസ്പൂൺ, ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ മിക്സിങ് എല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്നുണ്ട്. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നേരത്തെ പിഴിഞ്ഞ് വെച്ച 1 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് ഇനി നമ്മൾ തിളപ്പിക്കേണ്ടതില്ല. നല്ലപോലെ ഒന്ന് ചൂടായി ഒന്ന് തിളച്ചിങ്ങോട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് ബാക്കിയുള്ള കിസ്മിസും കാഷ്യൂനട്ടും തേങ്ങക്കൊത്ത് വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചെറുപയർ പരിപ്പ് പായസം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ റെഡിയാക്കി എടുത്തു. ഈ രീതിയിൽ ഓണത്തിന് നമുക്ക് പായസം പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അരിപ്പായസം. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഉണക്കലരി പായസമാണ് കേട്ടോ. ഉണക്കലരി പായസം ഉണ്ടാക്കാനായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഉണക്കലരിയാണ്. നമുക്കിതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തുകൊണ്ട് വരാം. നല്ലപോലെ കഴുകിയെടുത്ത ഉണക്കലരി നമുക്കൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ അരി നന്നായിട്ട് കഴുകിയെടുത്തൊരു കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇത് ഒരു വലിയ തേങ്ങയുടെ 3/4 പാലാണ് കേട്ടോ. 2 കപ്പ് 3/4 പാലും 1 ടീസ്പൂൺ നെയ്യും കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് 2 വിസിലിന് ഇതൊന്ന് വേവിച്ചെടുക്കാം. അരി നല്ലപോലെ വെന്തതിന് ശേഷം ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്യാവൂ. ഒരു വലിയ നാളികേരത്തിൻ്റെ 1 കപ്പ് 1/4 പാലും 1.5 കപ്പ് 2/4 പാലും നമുക്ക് പിഴിഞ്ഞ് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ശർക്കര നമുക്ക് ഉരുക്കിയെടുക്കാം. 1 കപ്പ് റൈസിന് 400 ഗ്രാം ശർക്കരയാണ് നമുക്ക് വേണ്ടത്. 400 ഗ്രാം ശർക്കര എടുത്താൽ നല്ല മധുരം ഉണ്ടാവും. ഇനി മധുരം കുറച്ച് മതി എന്നുള്ളവർക്ക് 300-350 ഗ്രാം ശർക്കര എടുത്ത് ഉരുക്കി എടുത്താൽ മതിയാകും. ഇനി അരി വേകുന്ന സമയം കൊണ്ട് നമുക്ക് 1 പിടി കാഷ്യൂനട്ട് വറുത്ത് വയ്ക്കാം. ഇനി തേങ്ങാക്കൊത്ത് അതുപോലെ തന്നെ 1 പിടി നമുക്ക് ഒന്ന് വറുത്ത് വയ്ക്കാം. പിന്നെ കുറച്ച് കിസ്മിസും കൂടി നമുക്കൊന്ന് അതുകൂടെ വറുത്ത് കോരി വയ്ക്കാം. ഇനി നമ്മൾ ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പഞ്ചസാരയും ഏലക്കയും കൂടി പൊടിച്ച് വെച്ചതാണ്. കുറച്ചധികം ഏലക്കായ എടുത്തിട്ട് പഞ്ചസാര കൂട്ടി പൊടിച്ച് വയ്ക്കാം. നെയ്യ് എടുത്ത് വയ്ക്കാം. 1 പിഞ്ച് ഉപ്പ് നമുക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ശർക്കര പാനി, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, ഏലക്ക പൊടിച്ചത്, തേങ്ങാപ്പാൽ എല്ലാം റെഡിയാക്കിയതിന് ശേഷം നമ്മൾ കുക്കർ ഇപ്പോൾ 2 വിസിലിൽ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഞാനിത് വെന്ത ചോറ് നമുക്ക് ഒരു ഉരുളിയിലോട്ട് മാറ്റി കൊടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ശർക്കര പാനി, അരിച്ചു വെച്ചിട്ടുള്ള ശർക്കര പാനി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടുപ്പിൽ വയ്ക്കാം. മറ്റു പായസങ്ങൾക്കൊക്കെ ചെയ്യുന്നത് പോലെ ഒരുപാട് അങ്ങ് തിളപ്പിച്ച് വറ്റിച്ചെടുക്കേണ്ട. നല്ലപോലെ ഒന്ന് തിളച്ച് ഒന്ന് കുറുതായിട്ട് വന്നാൽ മതി. ഇപ്പോൾ നല്ലപോലെ കുറുതായി വന്നിട്ടുണ്ട്. ശർക്കര പാനി ചേർത്ത് നല്ലപോലെ തിളച്ച് ഒന്ന് വറ്റി വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള 1.5 കപ്പ് 2/4 പാല് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്ന് നമ്മുടെ അരി നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ, തിളച്ച് വരുന്നത് വരെ ചെറിയ തീയിൽ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. നല്ലപോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി 1 വലിയ ടീസ്പൂൺ, ഏലക്കായും പഞ്ചസാരയും പൊടിച്ച ആ പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം. 2/4 പാലും നല്ലപോലെ കുറുകിയതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 1/4 പാല് ചേർത്ത് കൊടുക്കാം.
ഫ്ലെയിം സിമ്മിലിട്ട് തന്നെ നല്ലപോലെ ആ ചൂടോടെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നാം പാൽ ചേർത്താൽ പിന്നെ തിളപ്പിക്കാൻ പാടില്ല. ഒരു പിഞ്ച് ഉപ്പ് ബാലൻസിങ് ആവാൻ വേണ്ടി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒന്നാം പാൽ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങാക്കൊത്ത് വറുത്തതും ചേർത്ത് കൊടുക്കാം. സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചൂടിൽ തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇത്രയേ ഉള്ളൂ, അരിപ്പായസം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഓണം സ്പെഷ്യൽ അരിപ്പായസം റെഡി. അപ്പോൾ ഓണം സ്പെഷ്യൽ അരിപ്പായസം നമ്മളിവിടെ തയ്യാറാക്കി കഴിഞ്ഞു. വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം ഈ പായസം. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ. ഇനി നമുക്ക് ഓണം സ്പെഷ്യൽ അടുത്ത റെസിപ്പിയിലോട്ട് കടക്കാം. പാലട പ്രഥമൻ. നമുക്കിനി പാലടപ്രഥമൻ ഉണ്ടാക്കിയാലോ? വളരെ ഡീറ്റെയിൽ ആയിട്ട് അടപ്രഥമൻ ഉണ്ടാക്കുന്ന വീഡിയോ കഴിഞ്ഞ വർഷം നമ്മൾ ഇട്ടായിരുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്നത് വളരെ പെട്ടെന്ന് കുക്കറിൽ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് അടപ്രഥമൻ ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ റെസിപ്പിയിൽ നമ്മൾ കാണിക്കുന്നത് കേട്ടോ. മെഷറിംഗ് കപ്പിൽ കുത്തുവിളക്ക് ബ്രാൻഡിൻ്റെ 2 കപ്പ് അടയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നമുക്കതൊരു കുക്കറിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ധാരാളം വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പശപശപ്പൊക്കെ ഒന്ന് പോയി അത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കഴുകിയെടുത്തതിന് ശേഷം ഊറ്റിക്കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ ഒരു വട്ടം കഴുകി ഊറ്റിക്കളഞ്ഞ് പുതിയ വെള്ളം ഒഴിച്ച് അതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇത് അട ഒട്ടിപ്പിടിക്കാതെ നമുക്ക് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി കുക്കർ അടച്ച് 2 വിസിലിന് വേവിച്ചെടുക്കാം. ഇപ്പോൾ അട 2 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് അട എന്ത് പരുവായെന്ന് നോക്കാം. നമ്മൾ പ്രഷർ കളഞ്ഞതിന് ശേഷം കുക്കർ തുറന്നിട്ടുണ്ട്. ഇപ്പം അട നല്ല പാകത്തിന് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് ഇത് ഊറ്റിയെടുക്കണം. ഐസ് വാട്ടറൊന്നും വേണ്ട, നോർമൽ വാട്ടറിലേക്ക് തന്നെ നമുക്കിത് കോരിയിടാം. ഒരു വട്ടം നോർമൽ വാട്ടറിലേക്ക് നമുക്കിട്ട് അട നല്ലപോലെ ഒന്ന് കഴുകി നമുക്ക് വീണ്ടും അതേ കുക്കറിനകത്തേക്ക് തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ അടയിലെ ഒട്ടലൊക്കെ പോയിട്ട് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു 400-450 ഗ്രാം ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. എപ്പോഴും പായസം ഉണ്ടാക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ശർക്കര ഉരുക്കുമ്പോൾ വളരെ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ച് ശർക്കര ഒന്ന് ഉരുക്കി അരിച്ചെടുക്കാം. അരിച്ചെടുത്ത് ശർക്കരപ്പാനി നമ്മൾ കഴുകിയെടുത്ത് അടയിലോട്ട് ചേർത്ത് സ്റ്റൗ കത്തിച്ച് കുക്കർ അടുപ്പിൽ വെച്ച് നല്ലപോലെ ഒന്ന് കുറുതായി വരുമ്പോൾ നമുക്ക് 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചും ചേർക്കാവുന്നതാണ്. ശർക്കരപ്പാനി ചേർത്ത് നമുക്ക് നല്ലപോലെ ഇതൊന്ന് കുറുക്കി പറ്റിച്ചെടുക്കാം. നമുക്ക് പായസങ്ങളും അടപ്രഥമനൊക്കെ തേങ്ങാപ്പാലിലും മിൽക്ക് പൗഡറിലും ഉണ്ടാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഇന്ന് എടുക്കുന്നത് തേങ്ങാപ്പാലാണ്. 2 വലിയ നാളികേരത്തിൻ്റെ 1.5 കപ്പ് ഒന്നാം പാലും 2 കപ്പ് രണ്ടാം പാലും നമ്മൾ കുറുകിയ തേങ്ങാപ്പാലാണ് മാറ്റി വെച്ചിരിക്കുന്നത്. പ്രഥമൻ ഉണ്ടാക്കാനും പായസത്തിനൊക്കെ നല്ല കുറുകിയതായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കണം. പിന്നെ നമുക്ക് പശുവിൻ പാലിലും പ്രഥമൻ ഉണ്ടാക്കാം കേട്ടോ. മിൽക്ക് പൗഡർ ആണെങ്കിൽ 1 കപ്പ് മിൽക്ക് പൗഡറിൻ്റെ കൂടെ 1 കപ്പ് വെള്ളം ചേർത്താൽ ഒന്നാം പാൽ കിട്ടും. പിന്നെ 1 കപ്പ് മിൽക്ക് പൗഡറിൻ്റെ കൂടെ 2 കപ്പ് വെള്ളം ചേർത്താൽ രണ്ടാം പാൽ കിട്ടും. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാപ്പാലാണ്. ഇനി നമുക്ക് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം. ശർക്കരപ്പാനിയിലും നെയ്യിലും കിടന്ന അട നല്ലപോലെ വെന്ത് കുറുതായി വരുമ്പോൾ രണ്ടാം പാൽ ചേർത്ത് നല്ലപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തിളച്ച് വരുമ്പോൾ ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നല്ലപോലെ രണ്ടാം പാൽ ഒഴിച്ചിട്ടൊന്ന് കുറുതായി വരുന്നുണ്ട്. ഇനി നമുക്ക് ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, 1 ടീസ്പൂൺ ചുക്ക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത് ജീരകപ്പൊടിയാണ്. 1 ടീസ്പൂൺ ജീരകപ്പൊടിയും കൂടി നമുക്കിതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി, ചുക്കുപൊടി, ജീരകപ്പൊടിയൊക്കെ ചേർത്ത് തേങ്ങാപ്പാലിൽ നല്ലപോലെ കുറുതായി വന്നിട്ടുണ്ട്. നല്ലൊരു കൊതിയൂറുന്ന മണമാണ് ഇപ്പോൾ വരുന്നത്. നല്ലപോലെ രണ്ടാം പാൽ ഒഴിച്ച് കുറുതായതിന് ശേഷം നമുക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം. നമ്മൾ 1.5 കപ്പ് ഒന്നാം പാൽ എടുത്ത് വെച്ചായിരുന്നു. ആ 1.5 കപ്പ് ഒന്നാം പാലും കൂടി ചേർത്ത് ഫ്ലെയിം ഒന്ന് സിമ്മിലേക്ക് ആക്കി വയ്ക്കാം. ഒന്നാം പാൽ ചേർത്ത് നമ്മൾ ഒരുപാട് അങ്ങ് തിളപ്പിക്കില്ല. ചെറുതായിട്ട് ഇങ്ങനെ ഒന്നൊരു തള കയറി വരുമ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഒരു 3-4 ടീസ്പൂൺ നെയ്യിൽ നമുക്ക് കുറച്ച് ഒരു പിടി തേങ്ങാക്കൊത്ത് ഒന്ന് വറുത്തെടുക്കാം. തേങ്ങാക്കൊത്തിൻ്റെ കളറ് മാറി വരുമ്പോൾ കാഷ്യൂനട്ട് ഒരു 50 ഗ്രാം കിസ്മിസും കൂടിയിട്ട് വറുത്ത് കോരി നമുക്ക് അടപ്രഥമനിലോട്ട് ചേർത്ത് കൊടുക്കും. കുക്കറിൽ നിന്ന് നമ്മുടെ പാലട പായസം ഞാനൊരു ഉരുളിയിലോട്ട് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ സൂപ്പർ ടേസ്റ്റുള്ള ഓണം സ്പെഷ്യൽ അടപ്രഥമൻ കുക്കറിൽ നമ്മൾ പെട്ടെന്ന് റെഡിയാക്കി എടുത്തേക്കാണ്. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സേമിയ പായസമാണ്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കുക്കറിൽ പായസം ഉണ്ടാക്കിയെടുക്കാം. 1 കപ്പ് സേമിയ ഒടിച്ചെടുത്ത് നമുക്കൊന്ന് വറുത്തെടുക്കാം. സേമിയ ചെറുതാക്കി ഒടിച്ചു വെച്ചതിന് ശേഷം നമുക്കവിടെ മാറ്റി വയ്ക്കാം. ഇനി ഒരു കുക്കറിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് സേമിയ നമുക്കതിനകത്ത് ഇട്ട് കൊടുക്കാം. സേമിയയുടെ കളറ് ചേഞ്ച് ആവാതെ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ സേമിയ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്.
ഇനി നമ്മൾ 2 കപ്പ് പശുവിൻ പാലാണ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മെഷറിംഗ് കപ്പിൽ 2 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. നേരത്തെ കാച്ചി വെച്ച പാലാണ്. ഇനി നമുക്ക് കുക്കർ അടച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് കിസ്മിസും നമുക്ക് വറുത്ത് വയ്ക്കാം. പിന്നെ നമ്മൾ നേരത്തെ എടുത്ത ഏലക്കാപ്പൊടിയുടെ ബാക്കിയുണ്ട്, അപ്പോൾ ഏലക്കാപ്പൊടിയും നമുക്ക് എടുത്ത് വയ്ക്കാം. ഇപ്പോൾ ഒരു 3 വിസിൽ നമ്മൾ കുക്കറിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തുറന്ന് നോക്കാം. ഇപ്പോൾ വെള്ളമൊക്കെ പാകത്തിനായിട്ട് സേമിയ നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 250 ml, അതായത് ഒരു മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കാം. 2 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും പിന്നെ കുറച്ച് കാഷ്യൂനട്ടും കിസ്മിസും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ 200 ml പഞ്ചസാരയാണ് ചേർക്കുന്നത്. മധുരത്തിൻ്റെ അളവ് നമ്മുടെ ഇഷ്ടത്തിന് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. ഇനി 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാലൊന്ന് തിളച്ച് ഒന്ന് കുറുതായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഒടുവിൽ നമ്മൾ പാല് ചേർത്തിട്ട് ഒരുപാടിട്ട് തിളപ്പിച്ച് വറ്റിക്കേണ്ട. ഒരു വട്ടം ഒന്ന് തിളച്ച് പൊന്തി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള കിസ്മിസും കാഷ്യൂനട്ടും കൂടി ഇട്ട് നമുക്ക് പായസം ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇത്രയേ ഉള്ളൂ സേമിയ പായസം. ഇപ്പോൾ സേമിയ പായസം വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ കുക്കറിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ ഓണം സദ്യ റെസിപ്പീസ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട് കേട്ടോ, എന്നാലും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്തേക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. ഓണം സദ്യ ഈസി ആയിട്ട് നമുക്ക് എല്ലാ റെസിപ്പീസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള റെസിപ്പീസ് നമുക്ക് ഈ വീഡിയോ ഫോളോ ചെയ്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഓണം സദ്യ സ്പെഷ്യൽ 26 തരം വിഭവങ്ങളോട് കൂടിയ സദ്യ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും ഹാപ്പി ഓണം.